ഹലോ ഹായ് അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീച്ചു, ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടിച്ചു, മുറ്റടി കഴിഞ്ഞു, പിന്നെ തിരുമാനുള്ള തുണിയൊക്കെ കൊണ്ടുപോയി മുക്കി വെച്ചു. നിൽക്കാനെ പറഞ്ഞയച്ചു. രാവിലെ നേരത്തെ എണീച്ചു. ഒന്നരാളും ഞാൻ നേരത്തെ എണീക്കും, കാരണം ഒക്കെ ടാപ്പിങ്ങിന് പോകുമ്പോൾ 4:30 എണീക്കുമ്പോൾ അപ്പോൾ എണീച്ചിക്കാക്ക് ചായയും കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ പറഞ്ഞയക്കും. പിന്നെ അങ്ങനെ എണീക്കും. പിന്നെ അങ്ങനെ കിടക്കാറൊന്നുമില്ല. കുറച്ച് നേരം കിടക്കും, എന്നാലും ഉറങ്ങുമൊന്നുമില്ല, വേഗം എണീക്കും. അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ പണിയൊക്കെ ഒരുങ്ങുന്നതുകൊണ്ട് പിറ്റേ ദിവസം നേരത്തെ എണീക്കില്ല കേട്ടോ. കൊടുത്തഞ്ച് നിസ്കാരം കഴിഞ്ഞ് പിന്നെയും കിടക്കും. പിന്നെ അതാ ദോശക്കുള്ള മാവൊക്കെ കൂട്ടി വെച്ചു. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അരച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ വെല്ലുള്ളി തക്കാളി ഒക്കെ ഇട്ട് നല്ല വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഒന്ന് അടിപ്പിടിച്ച പോലെ തോന്നി, അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലൊന്നായിട്ട് പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടു. എനിക്ക് ചിക്കൻ കറി കടലക്കറി അങ്ങനെയൊക്കെ വെക്കണ അതിലൊക്കെ ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ്. പക്ഷേ സാമ്പാറത്തെ വലിയ താല്പര്യമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിട്ടു. പിന്നെ ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുട്ടിക്ക് കുറച്ച് കടല നല്ലതല്ലേ, ഇതൊക്കെ നല്ലൊരു പ്രോട്ടീനല്ലേ. അപ്പോൾ അവൾക്ക് കുറച്ച് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ അത് മാത്രം ആദ്യം വേവിച്ച് വെച്ചു. അത് കറിയാക്കി പറഞ്ഞാൽ എടുക്കില്ല, എരിവാണ് വേണ്ടി കഴിക്കണില്ല. അപ്പോൾ പിന്നെ അതങ്ങനെ ആക്കി ഒറ്റ വിസിലടുപ്പിച്ചിട്ടോ. കടല ആദ്യം വെന്തതാണ്, പിന്നെ ഈ കഷ്ണങ്ങളും ഇതൊക്കെ കൂടി ഒന്ന് വേകട്ടെ വേണ്ടിയിട്ട് അങ്ങനെ ആ പണി ചെയ്തു. പിന്നെ അതപ്പുറത്ത് തേങ്ങ വറക്കുകയാണ്. വലിയ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് തേങ്ങ കൂട്ടി നന്നായി മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അത് അരക്കട്ടോ, ചൂടാറിയിട്ട് അരക്കണേ. എപ്പോഴും പറയാറുണ്ട്, മിക്സിയും കൊണ്ട് മനുഷ്യൻ നമ്മളെ അടിച്ചു പോകും, ശ്രദ്ധിക്കണം അതൊക്കെ. അപ്പോൾ തേങ്ങ അങ്ങനെ അരച്ച് അതിൽ കൂട്ടിയാൽ ആ ചാറ് അവിടെ റെഡിയാവും. സൗണ്ടിന് കുറച്ച് പ്രശ്നം കിട്ടും, തൊണ്ടവേദനയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അത് അരച്ചിട്ട് അങ്ങനെ കറിക്ക് വെച്ചു. കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. കറിവേപ്പില മല്ലിയില ഇല്ല, പിന്നെ അത് ഇട്ടിട്ടില്ല. ശരിക്കും അരച്ച് നമ്മൾ കോഴിക്കറിയൊക്കെ തേങ്ങ അരച്ച് വെക്കില്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ കടലക്കറിയും വെക്കാറ്. പിന്നെ അത് അതിലേക്ക് കൂട്ടി അതങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും ഇപ്പുറത്ത് ദോശൻ്റെ കല്ല് വെച്ചു. അപ്പോഴേക്കും കുട്ടി എണീച്ചു. അവൾക്ക് കുറേ പാലൊക്കെ കൊടുത്തു. പാല് ബൂസ്റ്റിട്ട് അവൾക്ക് കൊടുക്കും. ഭക്ഷണം കഴിക്കലൊക്കെ കമ്മിയാണ്. പാല് ജ്യൂസൊക്കെ ഞാൻ കുറച്ച് കുടിക്കും, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അവൾക്കതാ പാലൊക്കെ കൊടുത്തു. പിന്നെ അവളതാ അപ്പുറത്ത് കുട്ടികളെ കൂടി കളിക്കണം കൊണ്ട് അങ്ങനെ നിൽക്കണു. പിന്നെ നിൽക്ക വരുമ്പോഴേക്കും ഇതൊക്കെ ദോശ ഉണ്ടാക്കുകയാണ്. ദോശയും കൂടി ഉണ്ടാക്കി പറഞ്ഞാൽ രാവിലത്തെ പണി കഴിഞ്ഞല്ലോ. പിന്നെ കട്ടൻ ചായയും വെക്കണം. പിന്നെ ഓളെ കൊണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കുറച്ച് അരമണിക്കൂർ മുന്നാണ് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഞാൻ വെക്കുകയുള്ളൂ. കാരണം അവൾക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടി വയ്ക്കുമ്പോൾ പിന്നെ അങ്ങനെ അത് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് വേഗം ചോറിനുള്ള വെള്ളം വെച്ച് വേഗം അതിനുള്ള പണി നോക്കും കേട്ടോ. പിന്നെ എൻ്റെ പണിയൊക്കെ ഒരു ഇതാകുമ്പോഴേക്കും ചോറ് വേകുമല്ലോ. പിന്നെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വാഴൻ്റെ തണ്ടും കൊണ്ടാണ് ദോശ ഉണ്ടാക്കുകയെന്ന്. എനിക്ക് അതന്നെ ഇഷ്ടം. പക്ഷേ വീട്ടിൽ പോയപ്പോൾ 2 ഇരിക്കണം. അപ്പം അത് കൊടുത്തോ പറഞ്ഞു. അപ്പം ഞാനതിങ്ങോട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ എനിക്ക് വാഴൻ്റെ തന്നെ ഇഷ്ടം കേട്ടോ. ഇവിടെ നിറയെ വാഴയുണ്ട് ബാക്കിലൊക്കെ. പക്ഷെ അത് വന്നപ്പോൾ കൊണ്ടുവന്നു. നമ്മളങ്ങനെയാണല്ലോ, പെൺമക്കൾ പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. വീട്ടിൽ പോയി എന്ത് കൊണ്ടുവരാൻ പറ്റുമോ അത് കൊണ്ടുവരുമല്ലോ. അതൊരു എന്താ പറയുക, ഒരു നാട്ടു നടപ്പ് പോലെയാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല, വരുമ്പോൾ കൈ നിറച്ചും ഉണ്ടാവും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും, ഈ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നുമില്ല, വരുമ്പോൾ എന്തിനാ ലഗേജ് കൂടുതലാണല്ലോ എന്ന്. അത് നമ്മൾ പെൺമക്കൾ അങ്ങനെ തന്നെയാണല്ലേ, അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താ ചെയ്യുക. പിന്നെ അതാ ദോശയൊക്കെ ചുട്ടെടുത്ത് അങ്ങനെ അവിടെ പോയിട്ട് വരുമ്പോൾ എനിക്ക് പറ്റുന്ന അത്യാവശ്യമൊക്കെ ഞാൻ കൊണ്ടുവരും കേട്ടോ. മാവ് ഒക്കെ എടുത്തിട്ട് വരും. എന്നിട്ടൊക്കെ എന്താ ഇവിടെ കിട്ടാത്ത ആളോ എന്നൊക്കെ ചോദിക്കും എന്നോട്. എന്നാലും നമുക്കതൊരു രസമല്ലേ, അതങ്ങനെയാണ്. പിന്നെ അതാ ദോശയൊക്കെ വേഗം ചുട്ടെടുത്ത് കുട്ടിക്ക് അതാ കൊടുക്കുന്നുണ്ട്. ഈ ചുട്ടത് ഒന്നെടുത്ത് അവൾക്ക് കൊടുത്തു. ഇത്തിരി കടലയിട്ട് കൊടുത്ത് അവളങ്ങനെ പിച്ച് കഴിച്ചോളും. ചില സമയത്താണ് ഞാൻ വാരിത്തരണം കൊണ്ട് വാശി പിടിക്കുള്ളൂ കേട്ടോ. ചില സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതാ പിന്നെ ഒക്കെ വന്നു. ദോശയും കടലക്കറിയും കട്ടൻ ചായയും വെച്ച് ഞങ്ങൾ കുടിച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഞാൻ അവൾ അംഗൻവാടിക്ക് കൊണ്ടാക്കിയാനൊക്കെ പോയി വന്ന് ചോറൊക്കെ റെഡിയായി. ചോറൊക്കെ വെന്ത് ഊറ്റിയിട്ടോ. പിന്നെ അപ്പോഴേക്കും അടിയും തുടയ്ക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞു. പിന്നെ വന്നപ്പോൾ ഒരു 12:30 ആകുമ്പോഴേക്കും വന്നു. അപ്പോൾ പപ്പായങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ ബാക്കിൽ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പാലൊക്കെ ഒഴിച്ച് നല്ലൊരു ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു. വരുമ്പോഴേ വെള്ളം മണ്ട വരുള്ളൂ, കാരണം ഭയങ്കര ദാഹമല്ലേ ഈ റബ്ബർ വെട്ടാൻ പോകും പാലെടുക്കലൊക്കെ. റബ്ബർ വെട്ടിയിട്ട് അതിൻ്റെ പാലെടുത്ത് ഡ്രമ്മിൽ ഒഴിച്ച് കൊടുക്കണം. ആ വർക്കാണ് 1.5 ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ വെൽഡിങ് വർക്ക് അർജൻറ്റാണെങ്കിൽ മാത്രം പോകും.
അങ്ങനെ അതൊക്കെ ജ്യൂസ് അടിച്ച് ഞാനൊരു ഗ്ലാസ് കുടിച്ചു, ഇക്കാക്കും ബാക്കി കൊടുത്തു. പിന്നെ അപ്പോഴേക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം, എന്തായാലും ഇന്ന് കടലക്കറി ഉണ്ടല്ലോ കൊണ്ട് കറി വെച്ചില്ല. ഇനിയിപ്പോൾ ഇക്ക വൈകുന്നേരം വരുമ്പോൾ മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇക്കാക്ക് ഞാൻ പറഞ്ഞില്ലേ മീനും മുട്ടയാണ് ഇക്കാക്ക് പറ്റുള്ളൂ, പച്ചക്കറി ഒന്നും പറ്റില്ല. ഇപ്പം ഇന്നിപ്പോൾ മീനില്ലാത്തതുകൊണ്ട് മുട്ട പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ കടലക്കറി ഉള്ളതുകൊണ്ട് നല്ലൊരു ചമ്മന്തി, നമ്മുടെ എന്താണ് കാന്താരിയും ചെറിയുള്ളിയും പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒരു നൊസ്റ്റാൾജി തന്നെയാണല്ലേ. ഇതിന് കപ്പയൊക്കെ വേണം, കട്ടൻ ചായയും. ഇടയ്ക്കൊക്കെ ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. കുറച്ചായിട്ട് കപ്പയൊന്നും കിട്ടണില്ല, കൊണ്ടുവരുന്നില്ല എന്താണോ. പിന്നെ അതങ്ങനെ അരച്ചെടുത്തു. പിന്നെ മുരിങ്ങയില പൊട്ടിച്ചിട്ട് അത് വറുത്തു. പിന്നെ മുക്കാക്ക് മുട്ട പുഴുക്കിയിട്ട് അതും ഒന്ന് വറുത്ത് കൊടുത്തു ചിക്കിയിട്ട്. എനിക്ക് മുട്ടയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പേരിയാക്കിയത്. പിന്നെ ചമ്മന്തിയും ഉപ്പേരിയും മുട്ട പൊരിച്ചതും ചോറൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് വെച്ചു. കാക്ക് ഇന്നലെ ചെയ്തെന്തോ അർജൻറ്റ് വർക്കുണ്ട്, അപ്പോൾ ഗേറ്റിന് എന്തോ പണിയുണ്ട് പറഞ്ഞിട്ട് കാക്ക് പോകണം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം വലിക്കുന്നു. ഇതിനിടയിൽ അടിക്കൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ, അടിക്കലും തുടയ്ക്കലും തിരുമ്പലും എല്ലാം പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ അതിന് കയറുള്ളൂ. കാരണം പിന്നെ പുറത്ത് നമ്മൾ കൂട്ടാൻ വെക്കാൻ നിന്ന് അത്രയും സമയം പോകും. പിന്നെ വെയിലായി വന്ന് തുടയ്ക്കാനും തീരുമാനമൊക്കെ നമുക്കൊരു മുഷിപ്പും ഒരു മ്ലാനതയൊക്കെ വരില്ലേ. അപ്പോൾ പിന്നെ ആ പണി ഇടയിൽ കൂടെ ചെയ്യും. ചോറ് വേഗം ഇടയിൽ കൂടെ പോയിട്ട് ഞാൻ വേഗം തുടച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വേഗം തിരുമ്പിയിട്ടും വരും. അപ്പോൾ പിന്നെ ആ പരിപാടി കഴിയുമല്ലോ. എന്നിട്ട് വരുമ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് അതിൻ്റെ ഇടയിൽ പരിപ്പൊക്കെ ആണെങ്കിൽ വേവിച്ച് കഷ്ണം മുറിച്ച് അങ്ങനെയൊക്കെ വെക്കട്ടെ. ഇടയിൽ കൈ ഒഴിവില്ലല്ലോ, ഉച്ചവരെ നമ്മുടെ കൈ ഒഴിവുണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്തിട്ട് പിന്നെ ചില സമയത്ത് അങ്ങനെ, അല്ലെങ്കിൽ കൂർക്ക അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഞാൻ തലേ ദിവസമൊക്കെ നേരാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ആദ്യമൊക്കെ ഉമ്മ നേരാക്കി തരുമായിരുന്നു, ഇപ്പം ഉമ്മ അടുത്തില്ല, ഉമ്മ അപ്പുറത്തല്ലേ. ഞാനിവിടെ ആയതുകൊണ്ട് ഞാൻ കൂർക്ക അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിൽ രാത്രി ഞാൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ രാവിലെ ദോശയൊക്കെ ആണെങ്കിൽ രാവിലെ കുഴപ്പമില്ലല്ലോ, പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് ഞാനിങ്ങനെ ചെയ്യും. എങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ കുളിച്ച് നിസ്കരിക്കുമ്പോഴേക്കും ചോറ് വയ്ക്കുമ്പോൾ 2 മണി 2:30 അടുത്താവും. പിന്നെ ഉറങ്ങാൻ സമയമില്ല, പിന്നെ കുട്ടീനെ കൊണ്ടുവരാനാവും. പിന്നെ അവളെ കൊണ്ടുവന്ന ശേഷം അവൾക്ക് TV കാർട്ടൂണൊക്കെ എടുത്ത് അവളിങ്ങനെ കാണും. അപ്പോൾ ഞാൻ എന്ത് കാട്ടും, വേഗം പോയി കുറച്ച് നേരം ഉറങ്ങും. ഉറങ്ങിയില്ല പറഞ്ഞാൽ എന്തോ തലയ്ക്കൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഡെയിലി ഉറങ്ങിയിട്ട് ഉറങ്ങാനാകുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം മയങ്ങും, കുറച്ച് നേരം. അപ്പോൾ ഞാൻ സെർവാൻ കൊടുക്കുമല്ലോ, പിന്നെ എണീക്കും. പിന്നെ അവൾ കളിക്കാൻ പോവും. പിന്നെ ഞാനും ചായ കുടിയൊക്കെ കഴിഞ്ഞ് ആ പാത്രമൊക്കെ കഴുകി ഉള്ളൊക്കെ അടിച്ച് വാരി കുറച്ച് നേരം TV ഒക്കെ ഉണ്ട്. അങ്ങനെ മഹരിപ്പോൾ നിസ്കരിക്കും, ചോറ് വയ്ക്കും. അങ്ങനെ TV ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ദിവസം ഇങ്ങനെ പോവും. നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ ഡെയിലിയിലെ, ഇതിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ മുരിങ്ങപ്പേരി ഉണ്ടാക്കി. മുട്ടനെ പുഴുക്കിയിട്ട് അതിനെ കൈ കൊണ്ട് നല്ല ഉടച്ചെടുക്കും. എന്നിട്ട് പിന്നെ വലിയ ഉള്ളി മുളക് പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ചിക്കിയിട്ട് മുട്ട അതിലിടും. നന്നായിട്ടുണ്ടാവും. ഇക്കാക്ക് അതൊക്കെ നല്ല ഇഷ്ടമാണ്. മുട്ട, മീൻ, ഇറച്ചി അതുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ആണുങ്ങൾക്ക് എന്തോ അതൊരു ഇതാണല്ലേ. നമ്മളൊക്കെ അല്ലേ ഈ സാമ്പാർ, വെള്ളപ്പയർ കറി, ചെറുപയർ കറി, മുരിങ്ങക്കറി അതൊക്കെ കൂട്ടുള്ളൂ. ആണുങ്ങൾക്ക് എന്നും മുട്ട, ഇറച്ചി, മീനും ഞാൻ എന്നിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല ചോറ് വയ്ക്കാൻ. ഇങ്ങനത്തെ കറിയൊക്കെ ആണെങ്കിൽ ചോറ് ഭയങ്കര കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ മുട്ട അതുപോലെ റെഡിയാക്കി. പിന്നെ ഞാനും ഇക്കയും കൂടി ഇരുന്ന് ചോറ് വയ്ച്ചു. അങ്ങനെ അപ്പോൾ ഇക്ക വർക്കിന് പോകാൻ പോകാൻ നിന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം TV ഒക്കെ ഉണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ കുട്ടീനെ കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻ്റൊക്കെ ഇടുക കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കിടത്തിന് ഹാളിക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. സ്കിപ്പ് അടിക്കാതെ എല്ലാവരും കാണുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബായ്.